ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറം എന്താണ് എന്ന് പഠിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ചില സീക്വൻസുകളുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺവെർജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിക്കാം, ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ എന്താണ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം എന്നൊന്ന് ഓർത്തെടുക്കുക. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ്. കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ളത് ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എക്സ് എൻ ആയിരിക്കും. സോ വൈ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ വൈ എന്നിൻ്റെ ഇൻഫിമം ആയിരിക്കും. ഇതാണ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത്. സോ നമുക്കിനി ചില പ്രോബ്ലംസ് ചെയ്യാം. ഇവാലുവേറ്റ് ലിമിറ്റ് 1/√n+1. നമുക്ക് പല രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. യൂസിങ് ഡെഫിനിഷൻ ഓർ നമ്മൾ സെക്ഷൻ 2 കുറേ ലിമിറ്റ് തിയറംസ് പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഉപയോഗിച്ചൊക്കെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്യുന്നത് മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇവിടെ nth ടേം an എന്ന് പറയുന്നത് 1/√n+1 ആണ്. അതുപോലെ an+1 എന്ന് പറയുന്നത് n-ന് പകരം n+1 എന്ന് കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് √n+1+1, ദാറ്റ് ഈസ് 1/√n+2. ദെൻ നമുക്കറിയാം n+2 ഇസ് ഗ്രേറ്റർ ദാൻ n+1. മാത്രമല്ല n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഈ n+2 n+1 എന്നൊക്കെ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. A greater than B implies and implied by A square greater than B square implies and implied by √A greater than √B. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് ഞാനിവിടെ യൂസ് ചെയ്യാണ്. സോ ഐ വിൽ ഗെറ്റ് √n+2 greater than √n+1. രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ വി വിൽ ഗെറ്റ് 1/√n+2 ലെസ് ദാൻ 1/√n+1. ഇപ്പോൾ ഇത് നമ്മുടെ an+1 ആണ്, ഇത് an ആണ്. സോ വി വിൽ ഗെറ്റ് an+1 ലെസ് ദാൻ an ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മുടെ സീക്വൻസ് an എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതായത് ഇത് മോണോട്ടോൺ ആണ്. സോ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എ എന്ന് പറയുന്നത്. മാത്രമല്ല 1/√n+1 എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. ഫോർ എവറി n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1/√n+1 വിൽ ബി ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം സീക്വൻസ് an ബൗണ്ടഡും ആണ്. സോ ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. സീക്വൻസ് an ഇസ് എ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ്. സോ നമുക്ക് മോണോട്ടോൺ കൺവെർജൻസ് തിയറം പ്രകാരം ഇതിൻ്റെ ലിമിറ്റ്, സീക്വൻസ് an-ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ an-ൻ്റെ ഇൻഫിമം ആയിരിക്കും. സോ 1/√n+1ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ 1/√n+1 were n element of natural numbers and this infimum is 0. സോ 1/√n+1ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് സീക്വൻസ് xn വേർ xn ഈക്വൽ ടു 1 + 1/2 + 1/3 + +1/n. ഇവിടുത്തെ xn എന്ന് പറയുന്നത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മാണ്. സോ നമുക്കിത് കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ xn+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 1/2 + +1/n + 1/n+1 ആയിരിക്കും. സോ ഇതിന് 1/n വരെയുള്ള ഭാഗത്തിനെ നമുക്ക് xn എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് xn+1 ഇസ് xn + 1/n+1. 1/n+1 പോസിറ്റീവാണ്. സോ xnൻ്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് xn+1 കിട്ടുന്നത്. അതായത് xn+1 വിൽ ബി ഗ്രേറ്റർ ദാൻ xn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് സീക്വൻസ് xn ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇൻക്രീസിങ് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം അത് കൺവെർജൻ്റ് ആവണമെങ്കിൽ അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കണം.
Hence it converges if and only if it is bounded. കാരണം monotone convergence theorem ഇതൊരു monotone sequence ആണ്. monotone sequence കൺവെർജൻ്റ് ആവണമെങ്കിൽ അത് നിർബന്ധമായിട്ടും ബൗണ്ടഡ് ആയിരിക്കണം. ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻ്റ് ആയിരിക്കുകയും ചെയ്യും. സോ നമുക്കിനി ഇത്രേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ സീക്വൻസ് കൺവെർജൻ്റ് ആണോ എന്നറിയാൻ ഇത് ബൗണ്ടഡ് ആണോ എന്നും കൂടി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ഈ സീക്വൻസിൽ നമുക്ക് x1, x2, x3, x4 ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഞാൻ സഫിക്സ് 2ൻ്റെ പവർ വരുന്ന മോഡലിലുള്ള ആൾക്കാരെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇത് അൺബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അൺബൗണ്ടഡ് ആവാനായിട്ട് ഈ സീക്വൻസിൽ ആരെങ്കിലുമൊക്കെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് എക്സ് സഫിക്സ് 2 പവർ n, അതായത് x2 ആവാം, x4 ആവാം, അല്ലെങ്കിൽ എക്സ് സഫിക്സ് 2 ക്യൂബ്, x8 ആവാം. അങ്ങനെ ഇൻ ജനറൽ x2 പവർ n എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. സോ ഞാൻ കുറച്ചധികം ടേംസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വരുന്ന സ്റ്റെപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 1 + 1/2 + 1/3 + 1/4 ഇങ്ങനെ +1/2 പവർ n - 1 + 1/2 പവർ n - 1 + 1 എക്സെട്ര +1/2 പവർ n വരെ ഉണ്ടാവും. ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. 1 + 1/2 അങ്ങനെ നിൽക്കട്ടെ, ഇതിങ്ങനെ എഴുതണു. പിന്നെ അടുത്ത 4 പേരെ എടുക്കണു. ഓക്കെ, ദെൻ ഞാൻ 1/2 പവർ n - 1 + 1 തുടങ്ങി ഇവരെ മുഴുവനും എടുത്തു. ഓക്കെ, ഇതിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. 1/2 പവർ n - 1 + 1, 1/2 പവർ n - 1 + 2, അങ്ങനെ 1/2 പവർ n - 1 + 2 പവർ n - 1 വരുമ്പോഴാണ് അത് 1/2 പവർ n ആവുക. സോ ഹിയർ വി ഹാവ് 2 പവർ n - 1 ടേംസ് ഉണ്ടാവും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1/3ക്ക് പകരം 1/4 തന്നെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈക്വൽ ആവില്ലല്ലോ എന്തായാലും. അതുപോലെ 1/5ന് പകരം 1/8, ഇതിന് പകരവും 1/8, ദെൻ 1/7ന് പകരം 1/8, 1/8ന് പകരം 1/8 തന്നെ. ഇങ്ങനെ ഞാനിതിനെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് കിട്ടുന്ന ഭാഗം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചെറുതായിരിക്കും. കാരണം 1/3 എന്ന് പറയുന്നത് we know that 1/3 is greater than 1/4. സോ ചെറിയ ഒരു നമ്പർ ഉപയോഗിച്ചാണ് ഞാൻ 1/3യെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ 1/5, 1/6, 1/7 ഇവരെല്ലാവരും 1/8നേക്കാളും വലിയവരാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ഇവിടെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഉള്ള ആൾക്കാരെക്കാളും ചെറിയ ആൾക്കാർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചെറുതായിരിക്കും. സോ ഇപ്പോൾ ഉള്ളത് ഇനി ഞാൻ എഴുതാൻ പോകുന്നതിനേക്കാൾ വലുതായിരിക്കും. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അങ്ങനെ തന്നെ എഴുതി, 1/2 അങ്ങനെ തന്നെ എഴുതി, 1/3 + 1/4ന് പകരം ഞാൻ 1/4 + 1/4 എന്നാക്കി. ഇത് 1/8 + 1/8 + എക്സെട്ര. ഇനി ഇവിടെ എനിക്ക് 1/2 പവർ n - 1 ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാവർക്കും പകരം ഞാൻ 1/2 പവർ n ആണ് എഴുതുന്നത്. സോ ഹിയർ ഐ ഹാവ് 2 പവർ n - 1 ടേംസ്. ഓക്കെ, ഇനി ഇതെന്താണെന്ന് നോക്കുക. 1, 1/2, ഈ സമം 1/2 ആണ്. 1/4 + 1/4 is 2/4, 1/2. 1/8 + 1/8 + 1/8 + 1/8 is 4/8, which is again 1/2. അതുപോലെ ഇവിടെ എന്താ ഉണ്ടാവുക? 2 പവർ n - 1 ടേംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 2 പവർ n - 1/2 പവർ n, ദാറ്റ് ഈസ് ഓൾസോ 1/2. സോ എനിക്കിത് 1 + 1/2 + 1/2 + എക്സെട്ര 1/2 എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇതിൽ എത്ര 1/2കളുണ്ട്? 1/2 പവർ 1/2 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1/2, 1/2² കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത 1/2, അങ്ങനെ 1/2 പവർ n കറസ്പോണ്ടിങ് ആയിട്ട് 1/2. സോ ടോട്ടൽ ഐ ഹാവ് n 1/2s ഹിയർ. സോ 1 + n/2 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് n വലുതാകും തോറും, n-ൻ്റെ വാല്യൂ വലുതാകും തോറും n/2ൻ്റെ വാല്യൂവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആസ് n goes to infinity, n/2 will goes to infinity.
സോ 1+n/2 ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും അല്ലേ. സോ ഈ സീക്വൻസിലെ 2n അതായത് 2ൻ്റെ പവേഴ്സായിട്ട് വരുന്ന പൊസിഷനിൽ വരുന്ന ടേംസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി. ഇത് ഓൾറെഡി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഇത് മാത്രമല്ല ഇൻഫിനിറ്റിയിലേക്ക് പോണേ, n വലുതാകും തോറും എല്ലാവരും ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഈ xn എന്ന് പറയുന്ന സീക്വൻസ് അൺബൗണ്ടഡ് ആണ്. ഇത് ഇൻക്രീസിങ് ആണ്, അൺബൗണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ അത് കൺവെർജൻ്റ് ആവാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. നൗ അടുത്ത പ്രോബ്ലം നോക്കുക. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് xn ഡിഫൈൻഡ് ഇൻഡക്റ്റീവ്ലി. ഇൻഡക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിക്കാൻ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇൻഡക്റ്റീവ് ഡെഫിനിഷൻ എന്താണ്, റിക്കേഴ്സീവ് ഡെഫിനിഷൻ എന്താണെന്ന്. ആദ്യത്തെ 1 or 2 അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി ടേംസ് ആരാണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു. അതുപയോഗിച്ച് ഇനി വരുന്ന ആൾക്കാർ ആരാന്ന് പറയുന്നു. ഇവിടുത്തെ ഡെഫിനിഷൻ ഇതാണ്. x1 = 1 ആൻഡ് xn + 1 is 1/4 into 2xn + 3 for all n greater than 1. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരാണ് സീക്വൻസ് എന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 1-2 ടേംസ് നോക്കാം. അപ്പോൾ നമ്മൾ ഓർക്കുക, മോണോട്ടോൺ കൺവെർജൻസ് തിയറം ആണ് ഞാനിത് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്. x1 is given as 1. സോ ഇവിടെ xn-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 2 + 3 5 × 1/4 5/4. സോ x2 will be 5/4. ഇനി ഇവിടെ xn-ന് പകരം 5/4 x2 എന്ന് കൊടുത്താൽ 2 × 5/4 5/2 plus 3 11/2 into 1/4 11/8. ഈ 11/8 എന്ന് പറയുന്നത് 10/8-നേക്കാൾ വലുതല്ലേ. 10/8 എന്ന് പറഞ്ഞാൽ 5/4. സോ ഇവിടെ നമുക്ക് പറയാം x1-നേക്കാളും വലുതാണ് x2, അതിലും വലുതാണ് x3. ഇങ്ങനെയാണിത് പോണത്. അപ്പോൾ ഈ സീക്വൻസ് ഇൻക്രീസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ 3 പേരെ മാത്രം നോക്കിക്കൊണ്ട് ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. സോ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ അസ്യൂം ചെയ്യാണ് xn < xn + 1 എന്ന് അസ്യൂം ചെയ്യുന്നു. xn < xn + 1 ആണെങ്കിൽ 2xn എന്ന് പറയുന്നത് വിൽ ബി < 2xn + 1. സോ ഞാൻ രണ്ട് സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2xn + 3 < 2xn + 1 + 3 എന്ന് പറയാം. സോ ഇതിൻ്റെ രണ്ട് സൈഡും ഞാനൊരു 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇതിൽ 1/4 × 2xn + 3 എന്ന് പറയുന്നത് നമ്മുടെ xn + 1 ആണ്. അപ്പോൾ ഇത് xn + 2 ആണ്. സോ ഐ ഹാവ് xn + 1 < xn + 2. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയെന്ന് ആലോചിക്കാം. വി ഗോട്ട് x1 < x2. If xn < xn + 1, then xn + 1 < xn + 2. സോ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം, by principle of mathematical induction, we can say that xn is < xn + 1 for all n element of n. നമ്മൾ p of n എന്നൊന്നും പറഞ്ഞെടുത്ത് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. p of n ഇതായിട്ട് എടുത്താൽ മതി. p of n is xn < xn + 1. So p of 1 is true. If p of n is true, then p of n + 1 is true. So നമുക്ക് xn < xn + 1 for all n എന്ന് പറയാം. അതായത് സീക്വൻസ് xn is an increasing sequence. ഓക്കെ, ഇനി ഞാനിത് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണ്, അത് < 2 ആണ്. x2 എന്ന് പറയുന്നത് 5/4 ആണ്, അതും < 2 ആണ്. എന്ന് വെച്ച് സീക്വൻസ് എല്ലാ xn-ഉം < 2 ആണെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഐ ആം അസ്യൂമിങ് ദാറ്റ് xn is < 2. ഏതോ ഒരു xn < 2 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് xn എന്ന് പറയുന്നത് < 2 × 2 4 ആയിരിക്കും. രണ്ട് സൈഡും 3 ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 2xn + 3 is < 7. രണ്ട് സൈഡും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/4 × 2xn + 3 is < 7/4.
ഈ 7/4 എന്ന് പറയുന്നത് 8/4-നേക്കാൾ ചെറുതാണ്, അതായത് 2-നേക്കാൾ ചെറുതാണ്. ഇനി ഇത് xn+1 ആണ്. സോ ഐ ഹാവ് xn+1 is less than 2. സോ നേരത്തെ പോലെ തന്നെ നമുക്ക് x1 less than 2 ആണ്. ഇഫ് xn less than 2, then xn+1 less than 2. So if you take p of n as xn less than 2, p of 1 is true. If p of n is true, then p of n+1 is true എന്ന് പറയാൻ പറ്റും. So again, by principle of mathematical induction, we can say that xn is less than 2 for all n element of n. അതായത് സീക്വൻസ് xn ബൗണ്ടഡ് ആണ്. സോ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തു സീക്വൻസ് xn ഇൻക്രീസിങ് ആണ്. ഇപ്പോൾ പറയുന്നു സീക്വൻസ് xn ബൗണ്ടഡ് ആണ്. സോ സീക്വൻസ് xn ഈസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, അതായത് അപ്പർ ബൗണ്ട് ഉണ്ട്, സീക്വൻസ് xnന് അപ്പർ ബൗണ്ട് ഉണ്ട്, അത് ഇൻക്രീസിങ്ങും ആണെങ്കിൽ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം പ്രകാരം അത് കൺവെർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺവെർജൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് xnൻ്റെ ലിമിറ്റിനെ ഞാൻ x എന്ന് വിളിക്കുകയാണ്. ഒരു സീക്വൻസ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുക അതേ സ്ഥലത്തേക്കാണ് അതിൻ്റെ എല്ലാ ടെയിലുകളും കൺവേർജ് ചെയ്യുക. സോ ലിമിറ്റ് ഓഫ് xn+1 എന്ന് പറയുന്നതും x തന്നെയായിരിക്കും. ലിമിറ്റ് ഓഫ് xn x ആണെങ്കിൽ ലിമിറ്റ് ഓഫ് xn+1ഉം x തന്നെയായിരിക്കും. ഇനി എന്താണ് ഈ xn+1ഉം xnഉം തമ്മിലുള്ള റിലേഷൻ? xn+1 is equal to 1/4 into 2xn+3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ n tends to infinity എന്നെടുക്കുക. ടേക്ക് ലിമിറ്റ് ആസ് n tends to infinity. സോ ഇത് x ആകും, ഇവിടുത്തെ xnഉം x ആകും. So we will get x is equal to 1/4 into 2x+3 എന്ന് കിട്ടും. രണ്ട് സൈഡും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x equal to 2x+3. ഓക്കെ, രണ്ട് സൈഡിലും നമുക്ക് ഒരു 2x ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2x equal to 3 എന്ന് കിട്ടും, ഓർ x is equal to 3/2 എന്ന് കിട്ടും. അതായത് xnൻ്റെ ലിമിറ്റ് 3/2 ആയിരിക്കും. സോ the given sequence is convergent with limit 3/2. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. നമ്മളോട് സീക്വൻസിൻ്റെ കൺവേർജൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അത് കൺവെർജൻ്റ് ആണെന്നും അതിൻ്റെ ലിമിറ്റ് 3/2 ആണെന്നും നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നേരത്തെ പോലെ ഇൻഡക്റ്റീവ് ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. x1 = 1, xn+1 = square root of 2xn. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് ഞാൻ ഹിൻറ്റുകൾ തരാം, സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് xn ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആണ് എന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? ഫൈൻഡ് x2, x3 അങ്ങനെ 2-3 ടേംസ് കണ്ടുപിടിക്കുക. x1, x2, x3. x1 ഓൾറെഡി തന്നിട്ടുണ്ട്, x2, x3 ഒക്കെ ആരാന്ന് നോക്കുക. അപ്പോൾ x1-നേക്കാളും വലുതായിട്ട് x2, അതിലും വലുതായിട്ട് x3 കിട്ടുന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നേരത്തെ ഐഡിയ യൂസ് ചെയ്യാം, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ദെൻ സീക്വൻസ് xn is bounded above എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് യു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ബൗണ്ടഡ് above by 2. ഇനി ലിമിറ്റ് ഓഫ് xnനെ x എന്ന് വിളിക്കുക. സോ നമുക്ക് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലിമിറ്റ് ഓഫ് xn അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലിമിറ്റ് n tends to infinity അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ഇൻവോൾവിങ് x. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് x. സോ ട്രൈ ഇറ്റ് യുവർ സെൽഫ്.